ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഞാനിന്ന് വരാൽ മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ വരാൽ എടുത്തിട്ടുണ്ട്. ഇതാദ്യം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 വരാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വരാൽ വേണ്ടത് അത് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ തൊലി പൊളിച്ചാണ് എടുത്തിരിക്കുന്നത്. ചിലർ ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കുന്നതിന് പകരം കല്ലിൽ വെച്ചിട്ട് ഉരച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ പീസസ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി നമുക്കൊന്ന് കഴുകിയെടുക്കണം. കാരണം ഈ പുളിയിൽ നിറച്ച് അഴുക്ക് കാണും. അതൊന്ന് കളഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ആ പാൻ ചൂടായി വന്ന ശേഷം 2 ടൈപ്പ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു മൺചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ മൂപ്പിച്ചേർത്ത് അതിൻ്റെ ചൂടാറി വന്ന ശേഷം നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പൊടികൾ മൂപ്പിച്ചെടുത്ത പാനിൽ തന്നെ വെള്ളം ഒഴിച്ച് മിക്സ് എടുത്ത ശേഷം നമുക്ക് ഈ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കറിക്ക് കുറച്ചുകൂടെ നല്ല തിക്നെസ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം ആ മിക്സഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുടംപുളി സോക്ക് ചെയ്ത് വെച്ച് ആ വെള്ളവും കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്ന ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങും. നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി കയ്യിലേക്ക് എടുത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് വെക്കാം. ഇനി തവി വെച്ച് മിക്സ് ചെയ്തെടുക്കരുത്. ഇതുപോലെ ചുറ്റിച്ച് വെച്ച ശേഷം നമുക്കിത് അടച്ചൊരു 30 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വരാല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.